പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ആംഗിൾസ് എന്നുള്ള പോർഷനാണ്. ഇതിനു മുമ്പുള്ള പോർഷൻസൊക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ഈ ഒരു പോർഷനിൽ പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ആംഗിൾസ്, പല ടൈപ്സിലുള്ള ആംഗിൾസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ പോലെ തന്നിട്ടുണ്ട്. ലെറ്റ് us go back to Vidya's notebook and observe her opening the cover of the book in different scenarios. She makes a full turn of the cover when she has to write while holding the book in her hand. അപ്പോൾ ഇവിടെ വിദ്യയുടെ കയ്യിലൊരു നോട്ട്ബുക്ക് ഉണ്ട്. അതിൻ്റെ കവർ ഓപ്പൺ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ആംഗിൾ ഇവിടെ ഫോം ചെയ്യും. അപ്പോൾ അവൾ കയ്യിൽ പിടിച്ചാണ് എഴുതുന്നതെങ്കിൽ എന്ത് ചെയ്യും? ആ ബുക്ക് എങ്ങനെ അവൾ ഹോൾഡ് ചെയ്യും? അതിൻ്റെ കവറ്, ഫ്രണ്ട് കവർ ഇങ്ങനെ ഫുൾ ടേൺ ചെയ്ത് ഇങ്ങനെ മടക്കി താഴേക്ക് വയ്ക്കും, ഇല്ലേ? അതായത് ഇതൊരു ബുക്കാണെങ്കിൽ ഇതിൻ്റെ ഈ ഫ്രണ്ട് പേജ് ഇങ്ങനെ തിരിച്ചിതാ ഇവിടെ വരെ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ ഇവിടെ ഒരു ഫുൾ ടേൺ ആണ് ആയിട്ടുള്ളത്, അല്ലേ? ഈ കവറിൻ്റെ ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് ഫുൾ ടേൺ ചെയ്തിങ്ങനെ മടക്കി വെച്ചിട്ടാണ് കയ്യിൽ പിടിച്ച് എഴുതുന്നത്. അപ്പോൾ ഇവിടെ ഇതെന്തായി? ഒരു ഫുൾ ടേണായി. ഇനി ആ ബുക്ക് അവൾ ടേബിളിൽ വെച്ചാണ് എഴുതുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഷീ മേക്സ് എ ഹാഫ് ടേൺ ഓഫ് ദി കവർ വെൻ ഷീ ഹാസ് ടു ഓപ്പൺ ഇറ്റ് ഓൺ ഹെർ ടേബിൾ. അപ്പോൾ അവൾ ടേബിളിൽ വെച്ചിട്ടാണ് ഈ ബുക്ക് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ അടഞ്ഞിരിക്കുന്ന ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് കവറ് എന്ത് ചെയ്യും? ഇങ്ങനെ ഹാഫ് ടേൺ ചെയ്യും. അപ്പോൾ ഫുൾ ടേൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വരുന്നതാണ് ഫുൾ ടേൺ. അതായത് എവിടുന്ന് തുടങ്ങിയോ അവിടെ തന്നെ വന്ന് നിൽക്കും. അതാണ് ഫുൾ ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹാഫ് ടേൺ എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ ഹാഫ് വരുന്നതാണ് ഹാഫ് ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ടേബിളിൽ വെച്ച് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് ടേൺ? ഹാഫാണ്, ഹാഫ് ടേൺ ആണ് വരിക. ഫുള്ളിൻ്റെ നേരെ പാതി ഹാഫ് ടേൺ ആണ് വരിക. ഇൻ ദിസ് കേസ് ഒബ്സർവ് ദി ആംസ് ഓഫ് ദി ആംഗിൾ ഫോംഡ്, ദേ ലൈ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ നോക്കി, ഇവിടെ ആംസ് വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ആംഗിൾ ഫോം ആയിരിക്കുന്നതിൻ്റെ ആംസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്? സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സച്ച് ആൻ ആംഗിൾ ഈസ് കോൾഡ് എ സ്ട്രെയിറ്റ് ആംഗിൾ. അങ്ങനെയുള്ള ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രെയിറ്റ് ആംഗിൾ. ഇപ്പോൾ സ്ട്രെയിറ്റ് ആംഗിൾ എങ്ങനെയാണ് എന്നതാ ഇവിടെ നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്, കണ്ടോ? ഇതാണ് എൻ്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത്. OB ഒരു റേ ആണ്, OA അടുത്ത റേ ആണ്. രണ്ടും കൂടെ സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് ഇവിടെ ഫോം ആയിട്ടുള്ളത്. ഇങ്ങനെ ഫോം ആകുന്ന ആംഗിളിനെ നമ്മൾ സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് വിളിക്കും. സ്ട്രെയിറ്റ് ആംഗിളിന് ഇവിടെ എത്ര ടേൺ ആണ് വന്നിട്ടുള്ളത്? ഹാഫ് ടേൺ ആണ് വന്നിട്ടുള്ളത്. ഫുൾ ടേൺ എന്താണ് എന്ന് മനസ്സിലായല്ലോ? ഫുൾ ടേൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ വരെ വരുന്നതാണ് ഫുൾ ടേൺ. അതിൻ്റെ നേരെ പാതി മാത്രമേ ഇവിടെ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആംഗിളിന് ഹാഫ് ടേൺ ആണ് വരിക. മനസ്സിലായല്ലോ? Let us consider a straight angle AOB. Observe that any ray OC divides it into two angles. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ആംഗിൾ AOB കൺസിഡർ ചെയ്യാം. ഇവിടെ റേ OC ഈ ആംഗിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയേ. ഇതാണ് ആംഗിൾ AOB. സ്ട്രെയിറ്റ് ആംഗിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആംഗിൾ ആണെങ്കിൽ ഇങ്ങനെ ഒരു ലൈനായിട്ടായിരിക്കും വരിക, ഇല്ലേ? അപ്പോൾ ആംഗിൾ AOB അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ OC എന്ന് പറയുന്ന ഒരു റേ ഈ ആംഗിളിനെ എന്ത് ചെയ്യുന്നു? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫോം ചെയ്ത ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ AOC, ഈ ആംഗിളും ആംഗിൾ COB, ഈ ആംഗിളും. അങ്ങനെ രണ്ട് ആംഗിൾസ് ഇവിടെ ഫോം ആകുന്നു. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആംഗിളിനെ ഒരു റേ കട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു റേ അതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ രണ്ട് ആംഗിൾസ് ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ആംഗിൾ AOBയെ OC എന്ന് പറയുന്ന റേ ഡിവൈഡ് ചെയ്തപ്പോൾ ആംഗിൾ AOCയും ആംഗിൾ COBയുമാണ് ഇവിടെ
ഫോം ആയിട്ടുള്ളത്. ഇതിനെ ഡിഫറെൻ്റ് ആയിട്ട് ഇതാ ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട് കണ്ടോ. ആംഗിൾ AOCയും ആംഗിൾ COBയും. അപ്പോൾ സ്ട്രെയിറ്റ് ആംഗിൾ എന്താണെന്ന് മനസ്സിലായി. സ്ട്രെയിറ്റ് ആംഗിളിനെ ഒരു റേ ഡിവൈഡ് ചെയ്താൽ അവിടെ 2 ആംഗിൾസ് ഫോം ചെയ്യും. ഇനി നോക്കിയേ, ഈസ് ഇറ്റ് പോസിബിൾ ടു ഡ്രോ OC സച്ച് ദാറ്റ് ദ 2 ആംഗിൾസ് ആർ ഈക്വൽ ടു ഈച്ച് അതർ ഇൻ സൈസ്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആംഗിളിനെ OC എന്ന് പറയുന്ന ഒരു റേ ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ 2 ആംഗിൾസും ഈക്വലായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് വരയ്ക്കാൻ സാധിക്കുമോ? അപ്പോൾ അതാ ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ ആംഗിൾ സ്ട്രെയിറ്റ് ആംഗിൾ AOB വരച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെയാണ് വരച്ചത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരാംഗിൾ വലുതും ഒരാംഗിൾ ചെറുതും അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 2 ആംഗിൾസും ഈക്വലാകണമെങ്കിൽ ഈക്വലാകാൻ പറ്റുമോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ അത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. വി ക്യാൻ ട്രൈ ടു സോൾവ് ദിസ് പ്രോബ്ലം യൂസിങ് എ പീസ് ഓഫ് പേപ്പർ. റീകോൾ ദാറ്റ് വെൻ എ ഫോൾഡ് ഈസ് മെയ്ഡ് ഇറ്റ് ക്രിയേറ്റ് എ crease which is straight. Take a rectangular piece of paper and one of its side mark the straight angle AOB. By folding, try to get a line passing through O which divide angle AOB into 2 equal angles. അപ്പോൾ അതാ ഇവിടെ നോക്കിയേ, ഒരു റെക്റ്റാങ്കിൾ പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ സ്ട്രെയിറ്റ് ആംഗിൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആംഗിൾ AOB മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിൽ കൂടെ ഇതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ ഇതിനെ ഫോൾഡ് ചെയ്താൽ, അപ്പോൾ എങ്ങനെ ഫോൾഡ് ചെയ്യാം? ഓയിൽ കൂടെ ഇതാ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ, അതായത് ഈ പേപ്പറിനെ ഇങ്ങനെ 2 ആയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യുന്നു കണ്ടല്ലോ. അപ്പോൾ ഈ ആംഗിൾ AOB നമ്മൾ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ആംഗിൾ AOB നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി അതിനെ ഇവിടെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഓയിൽ കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആംഗിൾസ് നോക്കിയേ, ഇതാ ഈ ആംഗിളും ഈ ആംഗിളും ആണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ ഇവിടെ 2 ഈക്വൽ ആംഗിൾസ് ആണ് നമുക്കിവിടെ കിട്ടിയത് അല്ലേ. ഈച്ച് ഓഫ് ദീസ് ഈക്വൽ ആംഗിൾസ് ഫോംഡ് ആർ കോൾഡ് റൈറ്റ് ആംഗിൾസ്. അതായത് ഇവിടെ ഞാനൊരു പേര് കൊടുക്കുന്നു, ഇവിടെ C എന്ന് കൊടുക്കുന്നു. അപ്പോൾ ആംഗിൾ AOC എങ്ങനെ വന്നു? ദാ ഇങ്ങനെ വന്നു. അടുത്തത് ആംഗിൾ COB എങ്ങനെ വന്നു? ദാ ഇങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ 2 ആംഗിൾസും ഈക്വലാണ്. മുകളിൽ ഞാൻ പറഞ്ഞു നമുക്ക് C എന്ന് പറയുന്ന റേ സ്ട്രെയിറ്റ് ആംഗിളിനെ കട്ട് ചെയ്യുമ്പോൾ ഒരാംഗിൾ വലുതും ഒരാംഗിൾ ചെറുതുമായിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ 2 ആംഗിൾസും ഈക്വലായിട്ടാണ് വന്നത്. ഇങ്ങനെ വരുന്ന ആംഗിൾസിനെ നമ്മൾ റൈറ്റ് ആംഗിൾസ് എന്ന് വിളിക്കും. റൈറ്റ് ആംഗിൾസ്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആംഗിളിൽ എത്ര റൈറ്റ് ആംഗിൾസ് ഉണ്ട്? എ സ്ട്രെയിറ്റ് ആംഗിൾ കണ്ടെയ്ൻസ് 2 റൈറ്റ് ആംഗിൾസ്. അപ്പോൾ സ്ട്രെയിറ്റ് ആംഗിൾ എത്ര ടേൺ ആണ് എന്ന് നമ്മൾ പറഞ്ഞു? സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഹാഫ് ടേൺ ആണ് എന്ന് പറഞ്ഞു. ഈ ഹാഫ് ടേൺ വരുന്ന ഈ സ്ട്രെയിറ്റ് ആംഗിളിനെ വീണ്ടും 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു, 2 ഈക്വൽ ആംഗിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇവിടെ വരുന്ന ടേൺ എത്രയായിരിക്കും നോക്കിയാൽ, ഇഫ് എ സ്ട്രെയിറ്റ് ആംഗിൾ ഈസ് ഫോംഡ് ബൈ ഹാഫ് ഓഫ് എ ഫുൾ ടേൺ, ഹൗ മച്ച് ഓഫ് എ ഫുൾ ടേൺ വിൽ ഫോം എ റൈറ്റ് ആംഗിൾ? അപ്പോൾ സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഫുൾ ടേണിൻ്റെ ഹാഫ് ആണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഫുൾ ടേണിൻ്റെ എത്രയായിരിക്കും എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നോക്കിയേ, ഫുൾ ടേൺ എന്ന് പറയുന്നത് ഇത്രയുമാണ്. സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹാഫാണ്. ഹാഫ് എന്ന് വെച്ചാൽ 1/2 ആണ്. ഇനി അപ്പോൾ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നതോ ഈ ഹാഫിനെ വീണ്ടും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് അല്ലേ. വീണ്ടും ഇതിനെ ഹാഫാക്കി. അപ്പോൾ എന്താണ്, വീണ്ടും ഇതിനെ ഹാഫാക്കിയപ്പോൾ 1/4 ആയി അല്ലേ. അപ്പോൾ എന്ത് വന്നു, ഈ ഹാഫിൻ്റെ ഹാഫാക്കി അല്ലേ. ഹാഫ് ഓഫ് ഹാഫാണ് റൈറ്റ് ആംഗിൾ. അപ്പോൾ എന്ത് വരും, 1/4 വരും. ഹാഫ് ഓഫ് ഹാഫ് എന്ന് വെച്ചാൽ 1/2 ഇൻറ്റു 1/2 ദാറ്റ് ഈസ് 1/4. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഫുൾ ടേണിൻ്റെ 1/4 ആണ്. അപ്പോൾ ഇവിടെ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് പറയാം, 1/4 ഓഫ് എ ഫുൾ ടേൺ വിൽ ഫോം എ
റൈറ്റ് ആംഗിൾ. ഇതൊക്കെ നിങ്ങൾക്ക് MCQs ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. ഓക്കെ, ഒബ്സർവ് ദാറ്റ് എ റൈറ്റ് ആംഗിൾ റിസംബിൾസ് ദ ഷേപ്പ് ഓഫ് ആൻ L. ആൻ ആംഗിൾ ഈസ് എ റൈറ്റ് ആംഗിൾ ഓൺലി ഇഫ് ഇറ്റ് ഈസ് എക്സാക്ട്ലി ഹാഫ് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഒരു ആംഗിൾ റൈറ്റ് ആംഗിൾ ആകുന്നത് എപ്പോഴാണ്? സ്ട്രെയിറ്റ് ആംഗിളിൻ്റെ ഹാഫ് ആകുമ്പോൾ മാത്രമാണ്. ടു ലൈൻസ് ദാറ്റ് മീറ്റ് അറ്റ് റൈറ്റ് ആംഗിൾസ് ആർ കോൾഡ് പെർപെൻഡിക്കുലർ ലൈൻസ്. അപ്പോൾ രണ്ട് ലൈന് റൈറ്റ് ആംഗിളിൽ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ലൈൻസിനെ നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻസ് എന്ന് പറയും. അപ്പോൾ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആകുന്നത് എപ്പോഴാണ്? അവിടെ റൈറ്റ് ആംഗിൾ ഫോം ചെയ്യുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ അത് പെർപെൻഡിക്കുലർ ലൈൻസ് അല്ല. ഇപ്പോൾ ഇതാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് പെർപെൻഡിക്കുലർ ലൈൻസ് അല്ല. പെർപെൻഡിക്കുലർ ലൈൻസ് ആവുന്നത് രണ്ട് ലൈൻസ് റൈറ്റ് ആംഗിളിൽ മീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് പെർപെൻഡിക്കുലർ ലൈൻസ് എന്നതിനെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ആംഗിൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഫുൾ ടേണിൻ്റെ ഹാഫ് വരുന്നതാണ് സ്ട്രെയിറ്റ് ആംഗിൾ. ഈ സ്ട്രെയിറ്റ് ആംഗിളിൻ്റെ ഹാഫാണ് റൈറ്റ് ആംഗിൾ. ഈ രണ്ട് ലൈൻസ് റൈറ്റ് ആംഗിളിൽ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ലൈൻസിനെ നമ്മൾ എന്ത് പറയും? പെർപെൻഡിക്കുലർ ലൈൻസ് എന്ന് നമ്മൾ പറയും.